ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തക്കാളി കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, വ്യത്യസ്തമായ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഹൈപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്. നമ്മുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്ന് വരുന്ന ആ ഒരു ഭാഗത്താണ് ഒരു ഹൈപ്പ് ബട്ടൺ ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നല്ല വലിപ്പമുള്ള തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി. നല്ല വലുതാണെങ്കിൽ ഒരു മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 2 തക്കാളി എടുക്കാം കേട്ടോ. നല്ല പഴുത്ത തക്കാളി എടുക്കണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഒരുപാട് ചെറിയ തക്കാളി ആണെങ്കിൽ, തീരെ ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 3 തക്കാളിയൊക്കെ എടുക്കാം, 2 3 ഒക്കെ എടുക്കാം കേട്ടോ. മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 2 എടുത്താൽ മതി. അപ്പം നമുക്കൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു ചെറിയ സവോള, നല്ല ചെറുതാണെങ്കിൽ ഒരെണ്ണം, ഒരു മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ അരമുറി മതി. ഒരു 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. നമ്മളിതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ചേർത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞാണ് എടുക്കുന്നത് കേട്ടോ. കനം കുറച്ച് നീളത്തിലരിഞ്ഞു, ഒരുപാട് നീളത്തിലല്ല, നടുക്കുന്നൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്. ചെറുതായിട്ടാണ് കേട്ടോ, നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക, അപ്പോഴാണ് കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവും. ഇനി ഞാനിതിനകത്തേക്ക് 2 മീഡിയം ടൈപ്പ് 2 തക്കാളിയാണ്, കുറച്ച് വലിയ പീസാക്കി എടുക്കാം. ഒരുപാടങ്ങ് വലുതാവണ്ട, എന്നാൽ തീരെ നൈസാക്കി എടുക്കരുത്. ഒരുപാട് നൈസാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ഒരുപാടങ്ങ് ഉടഞ്ഞു പോകും, അങ്ങനെ ഉടയാൻ പാടില്ല. അപ്പോൾ അത്യാവശ്യം ഒരു ഓവർ തിക്കാക്കരുത്, എന്നാൽ കുറച്ച് തിക്കായിട്ടുള്ള പീസാക്കി എടുക്കാൻ വേണം. ഒരു 3-4 ഒരു പീസ്, ഒരു 3 പീസ് 4 പീസായിട്ടൊക്കെ കട്ട് ചെയ്യുക കേട്ടോ. നീളത്തിൽ കട്ട് ചെയ്യുക, അതാണ് കൂടുതൽ നല്ലത്. തക്കാളി ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതായത് അങ്ങ് ഉടഞ്ഞു പോവരുത്, എന്നാൽ ഒന്ന് സോഫ്റ്റ് ആവുകയും വേണം. ആ ഒരു പരുവം. അടച്ചൊന്നും വെച്ച് വേവിക്കേണ്ട കേട്ടോ. ഒരുപാട് ഉടച്ച് കളയരുത്, ഉടച്ച് കഴിഞ്ഞാൽ കാണാനൊന്നും ഉള്ളൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്കിപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തക്കാളി പെട്ടെന്ന് തന്നെ വാടി കിട്ടുമല്ലോ. കുറച്ച് വെച്ചാൽ മതി ഫ്ലെയിം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് എടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു പിടി തേങ്ങ ഞാൻ പീസാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്താണ്, ചിരകാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. എന്നിട്ട് സ്പൂണിൽ ഒരു 1/2 ടീസ്പൂൺ കടുകിൻ്റെ അളവങ്ങ് ഒരുപാട് കൂടരുത്, കയ്പ്പ് രസം വരും. 1/2 ടീസ്പൂൺ കറക്റ്റാണ്, 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ്, അതുകൂടി ചേർത്തിട്ട് 2-3 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരു പിടി തേങ്ങ മതി കേട്ടോ. തേങ്ങയുടെ അളവൊന്നും ഒരുപാട് കൂടണ്ട. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, ഒരിത്തിരി ഒഴിച്ച് അരച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടരുത് കേട്ടോ. അപ്പോൾ ഏകദേശം തക്കാളി ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്നുണ്ട്. ഉടയാതെ നോക്കുക, ഒരുപാട് ഉടഞ്ഞു പോകരുത്. ഇനി നമ്മുടെ അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കാതെ അരയ്ക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഈ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ട് ആ ജീരകത്തിൻ്റെയും തേങ്ങയുടെയും അതുപോലെ തന്നെ കടുകിൻ്റെയും ഒരു പച്ചക്കുത്ത് റോ ടേസ്റ്റ് ഉണ്ടാവും, അതൊന്ന് പോകണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ, നല്ല പോലെ തിളച്ചോട്ടെ. കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ കയ്പ്പ് രസം വരുമെന്ന് ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇല്ല കേട്ടോ. പക്ഷേ കടുകിൻ്റെ അളവ് ഒരുപാട് കൂടരുത്. ഇതിൽ നമ്മൾ കറക്റ്റ് ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്, ചെറിയ സ്പൂണിനാണ് 1/2 ടീസ്പൂണേ ചേർക്കാൻ പാടുള്ളൂ. നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊരു നമ്മുടെ ആ പച്ചടിയുടെയൊക്കെ ഒരു കൂട്ടുപോലെയാണ് വരുന്നത്, പക്ഷേ നമ്മളൊരു ഒഴിച്ചുകറി രീതിയിലാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു റോ ടേസ്റ്റ് മാറിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. ഒരു 1/2 ലിറ്റർ തൈര് ഞാൻ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്തു. കട്ടയൊക്കെ ഒന്ന് അടച്ചതിന് ശേഷം ഈ തേങ്ങയുടെയും ആ ഒരു കടുകിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ ഞാൻ ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ
ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കും കേട്ടോ, തിളയ്ക്കുന്ന പരുവല്ല, എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് അല്ലാതെ എടുക്കുമ്പോൾ എനിക്ക് തൈരിൻ്റെ ആ ഒരു പച്ചക്കുത്ത് പോലെ ഒരു റോ ടേസ്റ്റ് തോന്നും കേട്ടോ. അതുകൊണ്ട് ഞാൻ നല്ല ലോ ഫ്ലെയിമിൽ വെക്കും. എന്നിട്ട് തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്പോട്ടിൽ തന്നെ പടപടേന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒരിത്തിരി വെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/4 ടീസ്പൂണിൽ താഴെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ച് വെള്ളം പോലെ ആക്കരുത് കേട്ടോ. ഒരു ഇത്തിരി ആ ജാറ് കഴുകി ഒഴിക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇത് തിളയ്ക്കാനൊന്നും പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ പിരിയുന്ന പോലെ ആയിപ്പോവും. ജസ്റ്റ് ഒന്ന് ചൂടാവുന്നു എന്ന് തോന്നുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യാം. നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. പിന്നീട് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കരുത്, ആവശ്യത്തിന് പുളിയുള്ള തക്കാളി എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ തക്കാളിയും തൈരും ചേർക്കുന്നത് കൊണ്ട് തന്നെ തൈര് ഒരുപാട് പുളിയുള്ളത് എടുക്കരുത്, എന്നാൽ തീരെ പുളിയില്ലാത്ത ആവരുത് കേട്ടോ. ഒരു ചെറിയ പുളിയുള്ള രീതിയിലുള്ള തൈര് എടുക്കുക. അപ്പോൾ എന്താ, ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു പൊട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ്. തൈര് ചേർക്കുന്ന എല്ലാത്തിനും നമ്മൾ ഒരു പൊട്ട് പഞ്ചസാര ചേർത്താൽ ഒരു പ്രത്യേക സ്വാദാണല്ലോ. ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തൈരിനും തക്കാളിക്കും പുളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ പുളിയായി പോവും. അതുകൊണ്ട് തന്നെ ഒന്ന് ബാലൻസ് ചെയ്തോളൂ കേട്ടോ. തക്കാളി അങ്ങ് ഒരുപാട് തക്കാളി എടുക്കരുത്, ഓവർ പുളിയുള്ള തക്കാളി ആവരുത്. തൈരും നല്ല പുളിയുള്ള തൈരൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിലുള്ള തൈരൊന്നും ഒരിക്കലും ചേർക്കരുത് കേട്ടോ. ഒരു ചെറിയ പുളിയുള്ള തൈര്, എന്നാൽ തീരെ പുളി ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ടൊരു പൊട്ട് പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്. എപ്പോഴും പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് മാറ്റി വെച്ചു. ഒരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ചിട്ട് കടുകും വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി വേണമെങ്കിൽ താളിച്ച് കൊടുക്കാം. അത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് താളിച്ച് വെക്കാം. ഞാനിപ്പോൾ കടുകും വറ്റൽമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. സൂപ്പർ ടേസ്റ്റാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പം ഇത്തിരി പഞ്ചസാര ചേർക്കണം കേട്ടോ, അപ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുക. ഞാൻ ഈ തൈര് ചേർത്ത കറികൾക്കൊക്കെ എപ്പോഴും ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കും കേട്ടോ. അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തക്കാളി കൊണ്ടുള്ള റെസിപ്പീസൊക്കെ ഓൾറെഡി ഒരുപാട് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓണാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം താളിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ തക്കാളി റെസിപ്പീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൈര് വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ഒഴിച്ചുകറി റെസിപ്പീസ് ചാനലിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി നമ്മളെല്ലാം വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ കൂടുതലും ചാനലിൽ ചെയ്യുന്നത്. നോൺ വെജായിട്ട് 1-2 വീഡിയോസ് അത്രയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. മാക്സിമം ഒരു 10 വീഡിയോസ് അത്രയൊക്കെ നമ്മൾ നോൺ വെജ് ചെയ്യാറുള്ളൂ. കൂടുതലും വെജിറ്റേറിയൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പം വെജിറ്റേറിയൻ റെസിപ്പീസ് ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.